ദുർഗയ്ക്ക് അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ 4 ഡോക്ടേഴ്സിനെ ഹയർ സ്റ്റഡിയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ അമേരിക്കയിലേക്ക് അയക്കുന്നുണ്ട്. അതിൽ ദുർഗയുടെ പേരും വന്നിട്ടുണ്ട്. മുത്തശ്ശൻ്റെ അനുവാദത്തിന് വന്നതാണ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക്. മുത്തശ്ശൻ കൃഷ്ണനുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ദുർഗയെ കണ്ടതും ഇരുവരും മുഖം തിരിച്ചു കളഞ്ഞു. അന്നത്തെ സംഭവത്തിന് ശേഷം അവർ രണ്ടുപേരും ദുർഗയോട് സംസാരിച്ചിട്ടില്ല. അവൾ ഒരുപാട് തവണ മാപ്പ് ചോദിച്ച് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു അവർ. മുത്തശ്ശ, ഹോസ്പിറ്റലിലെ ഓഫർ അവൾ അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കേട്ടുകൊണ്ടാണ് കൗസല്യ അങ്ങോട്ട് വരുന്നത്. അച്ഛൻ ഇവളെ വീണ്ടും വിശ്വസിക്കാണോ? UK-യിൽ ഡോക്ടർ പഠനത്തിന് പോയിട്ടാണ് ആ ചെക്കനുമായി ബന്ധം ഉണ്ടായത്. പിന്നെയും പുറത്ത് കടക്കാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞു വന്നിരിക്കുന്നു അവൾ. കൗസല്യ പുച്ഛം നിറച്ചുകൊണ്ട് പറഞ്ഞു. നീ എവിടെയും പോകുന്നില്ല. ഉള്ള പഠിത്തം വെച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നിനക്ക് കൊള്ളാം. ഞാൻ ഒരിക്കലും ക്ഷമിച്ചു തരില്ല, മുത്തശ്ശൻ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ശരി മുത്തശ്ശ. ദുർഗ അമ്മയെ ഒന്ന് നോക്കി റൂമിന് പുറത്തേക്ക് പോകാൻ നിന്നതും, വേണ്ട അച്ഛാ, അവൾ പോയി പഠിക്കാനുള്ളതൊക്കെ പഠിക്കട്ടെ. ഒളിച്ചോടിയ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ചോദിച്ച് ആരും ഇനി ഈ പടി വരില്ല. വല്ലതും പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കട്ടെ. എൻ്റെ സ്വത്തിൽ ഇവൾക്ക് ഒരാവകാശവുമില്ല. രേണു, നിൻ്റെ മോളോട് പോകാൻ പറയ്. അച്ഛൻ്റെ സമ്പാദ്യം കണ്ട് ഇരിക്കണ്ട എന്ന് പറയ്. കൃഷ്ണൻ അതും പറഞ്ഞ് മുറിക്ക് പുറത്തേക്കിറങ്ങി. ഓ, എന്തൊരു പാവത്താനായിട്ടായിരുന്നു നടത്തം. ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കോ കയ്യിലിരുപ്പ് ഇതാണെന്ന്? ചേച്ചി, കഴിഞ്ഞതു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ തേട്ടിക്കൊണ്ടുവരുന്നത് എന്തിനാണ്? കൗസല്യയുടെ മുന്നിലുള്ള സംസാരം കേട്ടു നിൽക്കാനാകാതെ രേണുക പറഞ്ഞുപോയി. എൻ്റെ കുട്ടി ചെയ്ത തെറ്റിന് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. മനുഷ്യന് ഒരു തവണയേ പ്രതീക്ഷ ഉണ്ടാകൂ. അത് പൊട്ടിപ്പോയാൽ പിന്നെ ആരെയും വേണ്ടാത്തവളായി മാറിപ്പോകും. രേണുക നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ദുർഗയെയും പിടിച്ച് റൂമിനിറങ്ങി. കണ്ടോ അവളുടെ അഹങ്കാരം? ഇത്രയൊക്കെ ആയിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഒന്നും മിണ്ടാതിരിക്കുക കൗസല്യ. അവൾ അമ്മയാണ്. അവൾ പറയുന്നത് പറയട്ടെ. നീ എന്തിനും ഏതിനും ഇങ്ങനെ ചാടിത്തുള്ളുന്നത് എന്തിനാണ്? മുത്തശ്ശനും ചില നേരത്തെ കൗസല്യയുടെ സംസാരം പിടിക്കാതെ ആയിട്ടുണ്ട്. കൗസല്യ മുഖം കൂർപ്പിച്ച് ഇറങ്ങിപ്പോയി. നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരമാണ് മോളെ. അത് നീ പ്രയോജനപ്പെടുത്തൂ. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. നീ നന്നായി പ്രാർത്ഥിക്കുക, സമാധാനമായിരിക്കുക. ദുർഗയുടെ സങ്കടം കണ്ട് രേണുക സമാധാനിപ്പിക്കുകയാണ്. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. കാശിയുടെയും അനുപമയുടെയും രൂപേഷിൻ്റെയും ശരണ്യയുടെയും കല്യാണ തലേന്നാണിന്ന്. അവരുടെ ബംഗ്ലാവിൻ്റെ കോർട്ട്യാർഡിൽ തന്നെയാണ് പാർട്ടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പാട്ടും ഡാൻസുമായി വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ആ രാത്രി അതീവ സുന്ദരമായിരുന്നു. ഈ സമയമാണ് സദാശിവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അയാൾ ഞെട്ടലോടെയാണ് മറുതലക്കൽ നിന്നുള്ള വാർത്ത കേട്ടത്. ഗോവിന്ദ, അയാൾ അപ്പുറം നിന്നിരുന്ന ഡ്രൈവറെ ഉറക്കെ വിളിച്ചു. വേഗം പോകാം ഫാക്ടറിയിലേക്ക്. അയാൾ ഡ്രൈവറെയും കൂട്ടി കാറിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ ഏട്ടാ, എന്താണ് പ്രശ്നം? ചോദിച്ചുകൊണ്ട് മഹാദേവൻ അവരുടെ അടുത്തേക്ക് വന്നു. ഫാക്ടറിയിൽ തീ പിടിച്ചെന്ന്. പോയി നോക്കിയാൽ അറിയാം എത്രത്തോളം പ്രശ്നമുണ്ടെന്ന്. വാട്ട്? മഹാദേവൻ്റെ ശബ്ദമുയർന്നു. അപ്പോഴേക്കും കാശിയും സുനന്ദയും എല്ലാം അങ്ങോട്ട് വന്നിരുന്നു. ഞാനും വരുന്നുണ്ട്. അച്ഛൻ തനിച്ച് പോയാൽ ശരിയാവില്ല. വേണ്ട കാശി, നീ ഇവിടെ വേണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവരൊക്കെ ഇല്ലേ അച്ഛാ? ഞാനും വരുന്നുണ്ട്. കാശി അച്ഛൻ്റെ കൂടെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. സദാശിവൻ കോ ഡ്രൈവർ സീറ്റിലേക്കും. വളരെ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു വളവ് കഴിഞ്ഞതും ഓവർ സ്പീഡിൽ വരുന്ന ലോറി കാശി കാണുന്നത്. അവൻ ബ്രേക്ക് ചവിട്ടിയെങ്കിലും ബ്രേക്ക് കിട്ടുന്നില്ല. ലോറി അവരെയും തട്ടിത്തെറിപ്പിച്ച് കടന്നുപോയി. മഹാദേവനും മക്കളും ഈ സന്തോഷ വാർത്തക്കായി കാതോർത്തിരിക്കുകയാണ് കല്യാണ വീട്ടിൽ. വെള്ളിയാർ നിലം വീട്ടിലുള്ളവരെല്ലാം ICUവിൻ്റെ മുന്നിലുണ്ട്. സദാശിവനെ കാറിൽ നിന്നും എടുത്തപ്പോഴേ ജീവൻ പോയിരുന്നു. കാശിയുടെ നില അതീവ ഗുരുതരമാണ്. ICUവിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വരുന്നത് കണ്ടതും മഹാദേവൻ കണ്ണീരോടെ അയാളുടെ അടുത്തേക്ക് വന്നു. സോറി, ഹി ഈസ് നോ മോർ. ഡോക്ടറുടെ വായിൽ നിന്ന് വാക്കുകൾ വീണതും മഹാദേവൻ പൊട്ടിക്കരഞ്ഞുപോയി. സുനന്ദയുടെ ബോധം മറിഞ്ഞ് വീണുപോയി. ദേവിക അവളെ ചേർത്ത് പിടിച്ചു റൂമിലേക്ക് കൊണ്ടുപോയി. അയ്യോ, എൻ്റെ കുട്ടിക്ക് അല്പായുസായല്ലോ ഈശ്വര, എൻ്റെ കാശി, അയ്യോ. മഹാദേവൻ ഗണേഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സോറി, കാശിനാഥൻ മരിച്ചിട്ടില്ല. അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. മഹാദേവൻ്റെ കരച്ചിൽ പെട്ടെന്ന് നിന്നു. അയാൾ ഞെട്ടലോടെ രൂപേഷിനെയും ഗണേഷിനെയും നോക്കിപ്പോയി. രൂപേഷ് അച്ഛൻ്റെ ഓവർ ആക്ടിങ് കണ്ട് ചെവിയിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വടക്കേടത്ത് വീട്ടിലുള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അച്ഛൻ അറിഞ്ഞോ? വെള്ളിയാർ നിലത്തെ സദാശിവൻ ആക്സിഡൻറ്റിൽ മരിച്ചു. ഏക മകൻ കാശിനാഥൻ സീരിയസ് ആണ്.
കൃഷ്ണൻ്റെ സംസാരം കേട്ടതും തൊട്ടടുത്ത് ഇരുന്ന് ചായ കുടിക്കുന്ന കൗസല്യയുടെ കൈയൊന്ന് വിറച്ചു. അറിഞ്ഞു. എല്ലാം നേടിയെന്ന അഹങ്കാരമുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ജഗന്നാഥൻ കഴിക്കുന്നതിൻ്റെ ഇടയിലായി പറഞ്ഞു. ഭക്ഷണത്തിന് ശ്രദ്ധ കൊടുത്തു. എന്തേ ചേച്ചി കൈ വിറക്കുന്നേ? കൗസല്യയുടെ അന്തിച്ചുള്ള ഇരിപ്പ് കണ്ട് രേണുക ചോദിച്ചു. എൻ്റെ കൈയൊന്ന് ഇളകിയെന്ന് എന്താ അത്ര ചോദിക്കാനുള്ളത്? കൗസല്യ കേട്ട വാർത്തയിൽ ഞെട്ടിയ തൻ്റെ മനസ്സിൻ്റെ സംഘർഷം അവർ മനസ്സിലായോ എന്ന വെപ്രാളത്തിൽ തട്ടിക്കേറുകയാണ്. അല്ല, നിങ്ങളുടെ കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നല്ലോ. പിന്നെ വർഷങ്ങൾ പരസ്പരം അറിഞ്ഞിരുന്നവരും. അതുകൊണ്ട് ചോദിച്ചതാണ്. രേണുക പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള കാസ്ട്രോൾ ഡൈനിങ് ടേബിളിൽ വെച്ച് അടുക്കളയിലേക്ക് നടന്നു. കൗസല്യ ഒരുവിധം കഴിച്ചെന്ന് വരുത്തി തൻ്റെ റൂമിലേക്ക് കയറി ഡോർ അടച്ച് പൊട്ടിക്കരഞ്ഞുപോയി. സദാശിവനുമായി തൻ്റെ പണ്ടത്തെ പ്രണയ നിമിഷങ്ങൾ അവരുടെ കൺമുന്നിൽ നിരന്നു നിന്നിരുന്നു. കബോർഡ് തുറന്ന് പഴയൊരു പെട്ടി തുറന്നു. അതിലവർ പരസ്പരം കൈമാറിയിരുന്ന ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. അവർ അതെല്ലാം വാരി പിടിച്ച് നെഞ്ചോടടുപ്പിച്ച് പൊട്ടിക്കരഞ്ഞു. ഏട്ടത്തി വരൂ, ഏട്ടൻ്റെ ചിതക്കുള്ളത് തയ്യാറാക്കിയിട്ടുണ്ട്. അയ്യോ ദേവാ, എൻ്റെ കുഞ്ഞ് എഴുന്നേൽക്കട്ടെ. എൻ്റെ കുഞ്ഞ് അച്ഛൻ്റെ ചിതക്ക് തീ കൊളുത്താൻ എഴുന്നേറ്റ് വരട്ടെ. എൻ്റെ ശിവേട്ടൻ, ഞാൻ എങ്ങനെ ജീവിക്കും ഈശ്വര എൻ്റെ ഏട്ടനില്ലാതെ? എൻ്റെ മോൻ ഒന്ന് കണ്ണു തുറക്കട്ടെ ദേവാ. അവൻ വന്നിട്ട് ചിതക്ക് തീ കൊളുത്തും. എൻ്റെ ശിവേട്ടന് അവന് തീ കൊളുത്തും. ഞാൻ അവനെയും കൊണ്ടുവരാം ദേവാ. സുനന്ദ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ രംഗം കണ്ടിട്ട് ഐസിയുവിന് മുന്നിൽ കണ്ടു നിന്നവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നിപ്പോയി. പിന്നെ ഡോക്ടറുടെയും മറ്റു നിർബന്ധത്തിന് സുനന്ദയെ ഒരുവിധം വീട്ടിലേക്ക് കൊണ്ടുപോയി മഹാദേവൻ. സദാശിവൻ്റെ മൃതദേഹം കാണാൻ വരുന്നവരുടെ മുന്നിലും മഹാദേവൻ്റെ അഭിനയം ഗംഭീരമായിരുന്നു. അവസാനം കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത സഹോദരൻ മഹാദേവൻ തന്നെ ചിതക്ക് തീ കൊളുത്തി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. സുനന്ദക്ക് തൻ്റെ ഭർത്താവിൻ്റെ മരണം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇനി തനിക്കും തൻ്റെ മോൾക്കുമുള്ള ഏക ആശ്രയമായ പൊന്നുമോൻ്റെ ജീവൻ അതുകൂടി ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് മയക്കത്തിൽ നിന്നും ഉണർന്നു. ദേവാ, എന്നെ കൊണ്ടുപോ. എൻ്റെ കുഞ്ഞ് തനിച്ചാണ് ഹോസ്പിറ്റലിൽ. കണ്ണു തുറന്നാൽ എന്നെ അന്വേഷിക്കും. എൻ്റെ ശിവേട്ടൻ്റെ പൊന്നുമോനാണ്. എന്നെ കൊണ്ടുപോ. അവർ ഭ്രാന്തിയെപ്പോലെ അലമുറയിടുകയാണ്. അച്ഛാ, അവനെയും കൊന്നു തള്ളണം. ബോധം വരുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം. ഗണേഷ് വല്യമ്മയെ നോക്കിക്കൊണ്ട് മഹാദേവൻ്റെ ചെവിയിലായി സ്വകാര്യം പറഞ്ഞു. ഞാൻ അതും ആലോചിക്കുന്നുണ്ട്. ഗീതേ, ഏട്ടത്തിയെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുക്കുക. കാശിയെ ഒന്ന് കാണിച്ചിട്ട് വരാം. നീയും കൂടെ വാ. അയാൾ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. സുനന്ദയെയും കൊണ്ട് ഐസിയുവിൻ്റെ പുറത്തിരിക്കുകയാണ് മഹാദേവനും ഭാര്യ ഗീതയും. ഡോക്ടർ പുറത്തേക്ക് വന്നതും സുനന്ദ ധൃതിയിൽ അടുത്തേക്ക് ചെന്നു. കാശിനാഥിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ തുടരുകയാണ്. 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാകൂ. തലക്കാണ് സാരമായ പരിക്ക്. ബോധം വന്നാലും ഓർമ്മയ്ക്കും മറ്റും പ്രോബ്ലം വരുമോ എന്ന് സംശയമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം തിരുത്താനും സാധിക്കുമല്ലോ. ഒരു മധ്യവയസ്സനായ ഡോക്ടർ അവരെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് പോയി. സുനന്ദ ഒന്നും മിണ്ടാതെ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു പോയി. സദാശിവൻ മരിച്ചിട്ട് 2 നാൾ കഴിഞ്ഞു. കാശിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. സുനന്ദയെയും കൊണ്ട് വെള്ളിയാർ നിറം വീട്ടിലേക്ക് വന്നതാണ് മഹാദേവൻ. ഈ 2 ദിവസം അവർ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ഭർത്താവിൻ്റെ മരണവും മകൻ്റെ ഈ അവസ്ഥയും അവരെ നന്നേ തളർത്തിയിരുന്നു. മകൾ കാർത്തു അമ്മക്കൊപ്പം തന്നെയുണ്ട്. സുനന്ദയെ വീട്ടിലാക്കി കാശിയുടെ ഡോക്ടറോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വന്നതാണ് മഹാദേവൻ. മിസ്റ്റർ മഹാദേവൻ, താങ്കൾ പറയുന്ന കാര്യം അത്ര എളുപ്പമല്ല. അതൊക്കെ ഈസിയാകും ഡോക്ടർ. പണം കൊണ്ട് നടക്കാത്തതായി എന്തുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് തന്ന 50 ലക്ഷം അതിനുദാഹരണമല്ലേ? മഹാദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞ് ഡോക്ടർക്ക് കൈകൊടുത്ത് പുറത്തേക്കിറങ്ങി. ഡോക്ടറുടെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട്. അച്ഛാ, ഡോക്ടർ വേണുഗോപാൽ എന്തു പറഞ്ഞു? പണം കണ്ടപ്പോൾ അയാളുടെ കണ്ണും മഞ്ഞളിച്ചു. 50 ലക്ഷം, അതാണ് ഡീല്. നാളെ രാവിലെ 11 മണിക്ക് ശേഷം കൊടുത്തു തുടങ്ങാനാണ് ഞാൻ പറഞ്ഞത്. 3 ഡോസ് ആയിട്ടാണ്. ഡോസ് തീരുമ്പോഴേക്കും BP ഷൂട്ടാകും. അതോടെ കാശിനാഥൻ്റെ ചാപ്റ്റർ ക്ലോസ്. മഹാദേവൻ വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നാളെ 10 മണിക്ക് ഏട്ടൻ്റെ വക്കീൽ വരുന്നുണ്ട്. ഏട്ടൻ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതും കഴിഞ്ഞിരുന്നോ? എന്തൊക്കെയാണ് ഇനി അതിലുള്ളതെന്ന് ആർക്കറിയാം? ഗണേശൻ അസ്വസ്ഥതയോടെ പറയുകയാണ്. എനിക്കും ആശങ്കയുണ്ട് മോനെ. നമ്മുടെ കള്ളത്തരം ഏകദേശം അച്ഛനും മോനും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതുകാരണം നമുക്കിതിലൊന്നും അവകാശം വെച്ചിട്ടില്ലെങ്കിൽ പെരുവഴിയിലിറങ്ങേണ്ടി വരും. ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അച്ഛൻക്ക് കുറച്ച് ദൂർത്ത് കൂടുതലുണ്ട്. അമ്മ അറിയണ്ട അച്ഛൻ്റെ ചുറ്റിക്കളി. ഗണേശൻ അമർഷത്തോടെ പറഞ്ഞ് അകത്തേക്ക് പോയി.
മകൻ്റെ തുറന്നു പറച്ചിൽ മഹാദേവന് ജാള്യത തോന്നാതിരുന്നില്ല. ആൾക്ക് ഇളയ മകൻ്റെ പോലെ വിഷയത്തിൽ അല്പം തിളപ്പ് കൂടുതലുണ്ട്. ഫോറിൻ ട്രിപ്പാണ് പ്രധാന ഹോബി. രാവിലെ കൃത്യം 10 മണിക്കു തന്നെ സദാശിവൻ്റെ വക്കീലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സദാശിവൻ്റെ വിൽപത്രമടങ്ങിയ ഫയലുണ്ട്. ഇത് സദാശിവൻ സാറിൻ്റെ ഒസിയത്താണ്. അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആക്റ്റീവായിട്ടുണ്ട്. മിസ്റ്റർ സദാശിവൻ സാറിൻ്റെ മകൻ കാശിനാഥിൻ്റെ പേരിലാണ്. മെയിൻ ബിസിനസ്സായ 4 ഫാക്ടറികളും ഷുഗർ മില്ലും കൺസ്ട്രക്ഷൻ്റെ എല്ലാ ഓഫീസുകളും ഓൾറെഡി എഴുതി വച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ കാശിനാഥൻ്റെ അഭാവത്തിൽ ഇതിൻ്റെ എല്ലാ മേൽനോട്ടം സദാശിവൻ്റെ ഭാര്യയും കാശിനാഥിൻ്റെ അമ്മയുമായ സുനന്ദയിലാണ്. ഇനി കാശിനാഥ് ജീവിച്ചിരിക്കാത്ത സാഹചര്യമാണെങ്കിൽ അദ്ദേഹത്തിന് മക്കൾ ആരുമില്ലെങ്കിൽ ഈ സ്വത്തെല്ലാം ട്രസ്റ്റിൻ്റെ പേരിൽ ട്രാൻസ്ഫർ ആകും. ഇനി അദ്ദേഹത്തിന് മക്കളുണ്ടെങ്കിൽ ഇതിൻ്റെ 50% മക്കൾക്കും 50% അമ്മ സുനന്ദയുടെ പേരിലേക്കുമാണ് ട്രാൻസ്ഫർ ആകുന്നത്. ഇത് കേട്ടതും മഹാദേവനും ദേവകിയും മുഖത്തോട് മുഖം നോക്കി പോയി. രൂപേഷിൻ്റെ കൈകൾ ഗണേഷിൻ്റെ കൈത്തണ്ടയിൽ മുറുകുന്നുണ്ട്. ഗണേഷിൻ്റെ ഭാര്യ പ്രവീണയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുപോയി. ഇനി ബാക്കിയുള്ള ഭൂസ്വത്ത് 70% ഭാര്യ സുനന്ദയുടെയും മകൾ കാർത്തികയുടെയും പേരിലേക്ക് എഴുതി വച്ചിട്ടുണ്ട്. അതിൽ വീടും വണ്ടികളും ഉൾപ്പെടും. ബാക്കി വരുന്ന 30% സ്വത്ത് വലിയ സഹോദരി ദേവികക്കും 2 പെൺമക്കൾക്കും തുല്യമായി എടുക്കാമെന്നുമാണ് ഒസിയത്ത്. മഹാദേവനെ കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. ഗീത മഹാദേവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവർക്കറിയാം അയാളുടെ ക്രൂര സ്വഭാവം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ ജീവിക്കുന്ന ഒരു പാവ സ്ത്രീയാണ് ഗീത. വക്കീൽ ഫയലെല്ലാം സദാശിവൻ്റെ ഭാര്യ സുനന്ദയുടെ സൈൻ വാങ്ങിച്ച് തിരിച്ചുപോയി. മഹാദേവൻ തൻ്റെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, മെരുകിനെ പോലെ. ഈ സമയമാണ് ഗണേഷ് കയറി വരുന്നത്. ഡോക്ടർ വേണുഗോപാലിനെ വിളിച്ച് അവന് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ടില്ല എന്ന് പറയുക, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുക. മഹാദേവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഗണേഷ് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി.